അപ്പോൾ നമ്മളെ നെക്സ്റ്റ് ടോപ്പിക് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്. മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത് രണ്ട് ടാബുലർ കോളംസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഫസ്റ്റ് വൺ ആയിരുന്നു അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ്. ഈ അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ് നമ്മൾ എന്താ എഴുതുന്നത്? നമ്മുടെ ബിൽഡിങ്ങിന്റെ ഓരോ പാർട്സും അതിന്റെ ക്വാണ്ടിറ്റി ആൻഡ് യൂണിറ്റ് മെഷർമെന്റ് ഫോം, നമ്മുടെ ബിൽഡിങ്ങിന്റെ ഓരോ കമ്പോണന്റും ആ ഓരോ കമ്പോണന്റിന്റെയും ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ക്വാണ്ടിറ്റിയും ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എടുക്കുക, അല്ലെങ്കിൽ വോളിയം. നമുക്ക് ചില ഐറ്റം കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ലെങ്തും ബ്രെഡ്ത്തും മാത്രമേ എടുക്കത്തുള്ളൂ, ഹൈറ്റും തിക്നെസ്സും ഒന്നും കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ അത് ഏത് ഐറ്റം ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. മെഷർമെന്റ് ഫോമിനകത്ത് എങ്ങനെയാണ് ഓരോ ബിൽഡിങ്ങിന്റെ ഓരോ കമ്പോണൻസിന് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. മെഷർമെന്റ് ഫോമിനകത്തേക്ക് നമ്മൾ ഓരോ ബിൽഡിങ്ങിന്റെ ഓരോ പാർട്സ് എഴുതുമ്പോഴും അത് എങ്ങനെയാണ് മെഷർ ചെയ്ത് എഴുതേണ്ടതെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ എർത്ത് വർക്ക്. സോ എർത്ത് വർക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്താണ്, നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഫൗണ്ടേഷന് വേണ്ടി എന്ത് ചെയ്യണം? എക്സ്കവേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം പറയുന്ന ഐറ്റം അതാണ്, എർത്ത് വർക്ക് എക്സ്കവേഷൻ. എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ. പിന്നെ പറയുന്നത് എർത്ത് വർക്ക് ഇൻ ഫില്ലിംഗ്. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഫൗണ്ടേഷന് വേണ്ടി എന്ത് ചെയ്യുന്നു? എക്സ്കവേറ്റ് ചെയ്യുന്നു. ഇനി അത് കഴിഞ്ഞ് ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ഈ ഫൗണ്ടേഷൻ ഇടയിലുള്ള പോർഷൻസ് എന്ത് ചെയ്യണം? സോയിൽ ഇട്ട് ഫില്ല് ചെയ്യണം. അതാണ് എർത്ത് വർക്ക് ഇൻ ഫില്ലിംഗ് എന്ന് പറയുന്നത്. എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷനും ഇതാണ് എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ. നമ്മൾ ഫൗണ്ടേഷന് വേണ്ടി എന്ത് ചെയ്യാണ്? നമ്മൾ ട്രെഞ്ച് ഡിഗ് ചെയ്യാണ്. ഈ എർത്ത് വർക്ക് ഇൻ ഫില്ലിംഗ് എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്പേസ്, ഇപ്പോൾ റൂമിന്റെ ഈ ഫൗണ്ടേഷൻ ഇടയ്ക്കുള്ള സ്പേസ് എന്ത് ചെയ്യും? സോയിൽ ഇട്ട് ഫില്ല് ചെയ്യും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്, എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ആൻഡ് എർത്ത് വർക്ക് ഇൻ ഫില്ലിംഗ്. അവിടെ എന്താണ്, ഈ രണ്ട് ഐറ്റവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യൂബിക് മീറ്റേഴ്സിലാണ്, അല്ലെങ്കിൽ മീറ്റർ ക്യൂബിലാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്കവേഷന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എടുക്കണം. എക്സ്കവേഷന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും കൺസിഡർ ചെയ്യണം. ഇനിയിപ്പോ എക്സ്കവേഷൻ ഇപ്പോ ഫില്ലിംഗ് ആണെങ്കിൽ ഫില്ലിങ്ങിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും മെഷർ ചെയ്യണം. ഇപ്പോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? എർത്ത് വർക്ക് ഇൻ ഫില്ലിംഗ് ആണ്. ഇവിടെ എർത്ത് വർക്ക് ഇൻ ഫില്ലിംഗ് ആണ്. ഇവിടെ എന്താണ്, നമ്മൾ ഈ ഒരു വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം, ഈ രണ്ട് ഫൗണ്ടേഷൻ ഇടയിലുള്ള വോളിയം. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കണക്ക് തന്നെ എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ആണെങ്കിലും എക്സ്കവേറ്റ് ചെയ്തതിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ അതാണ് നമ്മൾ ആദ്യം പറയുന്നത് earth work in excavation. Earth work in excavation is calculated length into breadth into depth. Earth work in excavation. ഈ earth work in filling trench ആണെങ്കിലും എന്താണ്, അവിടെയും ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. ഇപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സ് ഒക്കെ ആയിട്ടാണ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും? അവിടെ നമുക്ക് കോൺക്രീറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അതല്ലാതെ നമുക്കിപ്പോൾ ഡിഫറെന്റ് ഫൂട്ടിങ്സ് വരികയാണെങ്കിൽ അതിന്റെ ഏറ്റവും ബേസിൽ എന്തുണ്ടാവും? ഒരു ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ഉണ്ടാവും. അപ്പൊ ചില കേസിൽ എന്താണ്, ഈ ഫൂട്ടിങ്സ് ഫുള്ള് കോൺക്രീറ്റ് ആയിരിക്കും. ചിലപ്പോൾ എന്താണ്, ഏറ്റവും ബേസിൽ മാത്രമേ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ഉണ്ടാകത്തുള്ളൂ. അതിന് മുകളിൽ റാൻഡം റബിൾ മേസണറി ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഫൗണ്ടേഷൻ കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? മീറ്റർ ക്യൂബിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലെങ്ത് ഇൻറ്റു കോൺക്രീറ്റ് ഫൗണ്ടേഷൻ ക്യൂബിക് മീറ്റേഴ്സ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റിലാണ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഫൗണ്ടേഷൻ കോൺക്രീറ്റിന്റെ പ്രപ്പോർഷൻസ് പറയുന്നത് 1:4:8 or 1:5:10. ഈ 1ഉം 4ഉം 8ഉം അല്ലെങ്കിൽ 1ഉം 5ഉം 10ഉം എന്താണ് എന്ന് വെച്ചാൽ 1 part of cement, 4 part of fine aggregate and 8 part of coarse aggregate. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോ സിമെന്റ് ഈസ് ടു ഫൈൻ അഗ്രിഗേറ്റ് ഈസ് ടു coarse aggregate. Cement is to fine aggregate is to coarse aggregate. ഇതാണ് ആ കൊടുത്തിരിക്കുന്ന റേഷ്യോ.
അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റേഷ്യോ 1:4:8 അല്ലെങ്കിൽ 1:5:10. ഈ തേർഡ് ഐറ്റം ആണ് ഡാം പ്രൂഫ് കോഴ്സ്. ഈ ഡാം പ്രൂഫ് കോഴ്സ് എവിടെയാ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞേ? DPC ഓർ ഡാം പ്രൂഫ് കോഴ്സ്. So please respond. ഡാം പ്രൂഫ് കോഴ്സ് എവിടെയാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഡാം പ്രൂഫ് കോഴ്സ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കേട്ടിട്ടില്ലേ ഡാം പ്രൂഫ് കോഴ്സ് എന്ന ടേം? പ്ലിന്ത് ലെവലിന്റെ മുകളിൽ, പ്ലിന്ത് ലെവലിന്റെ മുകളിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്, പ്ലിന്തിനും എന്താണ് സ്റ്റോൺ ബ്രിക്ക്, പ്ലിന്തിനും വാൾസിനും ഇടയിൽ ആണ് ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡാം പ്രൂഫ് കോഴ്സിന്റെ ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? മോയ്സ്ചർ കണ്ടന്റ് മോയ്സ്ചർ കണ്ടന്റ് പ്രിവെന്റ് ചെയ്യാൻ, വോളിലേക്ക് ഗ്രൗണ്ടിൽ നിന്നുള്ള മോയ്സ്ചർ കണ്ടന്റ് പ്രിവെന്റ് ചെയ്യാനാണ് ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്ന ഡാം പ്രൂഫ് കോഴ്സിന്റെ തിക്നെസ് എന്ന് വെച്ചാൽ 2.5 സെന്റിമീറ്റർ തിക്കിലാണ് ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഡാം പ്രൂഫ് കോഴ്സിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സിലാണ്. ദാറ്റ് മീൻസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ്. അതായത് നമ്മുടെ ഇവിടെ ഒരു വോൾ ഉണ്ടെങ്കിൽ, ഇതൊരു വോളാണ്, ഇത് അതിന്റെ താഴത്തെ ഫൗണ്ടേഷൻ. ഇപ്പൊ ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? ഇത് ഫൗണ്ടേഷന്റെ വോളിന്റെയും ഇടയിലുള്ള ഈ ഒരു റീജിയനിലാണ് ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ തിക്നെസ് എന്താണ്? തിക്നെസ് എന്ന് വെച്ചാൽ 2.5 സെന്റിമീറ്റർ മാത്രമേ തിക്നെസ് ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഡാം പ്രൂഫ് കോഴ്സിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് മാത്രമേ ചെയ്യുള്ളൂ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, തിക്നെസ് കൺസിഡർ ചെയ്യില്ല. ഇപ്പോൾ ഡാം പ്രൂഫ് കോഴ്സിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏരിയയിലാണ്. ഇറ്റ് ഈസ് നോട്ട് ഇൻ വോളിയംസ്. അത് ഓർത്തിരിക്കുക, അത് പലപ്പോഴും മിസ്റ്റേക്സ് വരുത്തുന്നതാണ്. ഡാം പ്രൂഫ് കോഴ്സിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏരിയയിലാണ്. ഇനി നമ്മൾ പറഞ്ഞു ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന എവിടെയൊക്കെയാണ്? നമുക്ക് വോളിലേക്ക് ഡാംനെസ് പ്രിവെന്റ് ചെയ്യാനാണ് ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. വോളിലേക്ക് മോയ്സ്ചർ പ്രിവെന്റ് ചെയ്യാനാണ് ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡാം പ്രൂഫ് കോഴ്സ് എവിടെയൊക്കെ പ്രൊവൈഡ് ചെയ്യില്ല? സിൽസ് ഓഫ് ഡോർ ആൻഡ് വെരാന്ത ഓപ്പണിംഗ്. ഇപ്പൊ വെരാന്ത ഓപ്പണിങ്ങിനും ഡോർ ഓപ്പണിങ്ങിനും ഒന്നും എന്ത് പ്രൊവൈഡ് ചെയ്യണ്ട? ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യണ്ട. വോൾസ് എവിടെയൊക്കെയുണ്ടോ ആ വോളിന്റെ താഴെ, അല്ലെങ്കിൽ പ്ലിന്ത് ലെവലും വോളിന്റെയും ഇടയിൽ മാത്രമേ ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഇപ്പോൾ വെരാന്ത പോർഷൻസിലൊന്നും വോൾ ഉണ്ടാകത്തില്ല, വെരാന്തയിൽ വോൾ ഇല്ല. ഡോറിന്റെ ഓപ്പണിങ്ങിലും എന്താണ്, അതൊരു ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഓപ്പണിങ്സിലൊന്നും ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ട. ഈ ഡാം പ്രൂഫ് കോഴ്സിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏരിയയിലാണ്. ഡാം പ്രൂഫ് കോഴ്സിന്റെ തിക്നെസ് ഓർത്തിരിക്കുക, 2.5 സെന്റിമീറ്റർ ആണ് ഡാം പ്രൂഫ് കോഴ്സിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് വൺ, മേസണറി. ഇത് ഞാൻ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നെയായിരുന്നു. ഞാനൊരു റൂമൊക്കെ വരച്ച് മേസണറി ഒക്കെ എടുത്ത് കാണിച്ചതാണ്, ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്താണ്. അപ്പൊ മേസണറിയുടെ ക്വാണ്ടിറ്റി എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നമുക്ക് രണ്ട് മേസണറി ഉണ്ട്, സ്റ്റോൺ മേസണറി ഉണ്ട്, ബ്രിക്ക് മേസണറി ഉണ്ട്. രണ്ടിന്റെയും ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് വോളിയത്തിലാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളിപ്പോ സ്റ്റോൺ മേസണറി കൺസിഡർ ചെയ്യുമ്പോഴും നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ബിലോ ഗ്രൗണ്ട് ലെവൽ അല്ലെങ്കിൽ ഫൗണ്ടേഷന്റെ മേസണറിക്ക് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. അത് കണക്ക് തന്നെ ഫ്ലോറിന്റെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. ബിക്കോസ് നമുക്ക് രണ്ടിനും റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ക്വാണ്ടിറ്റി കാൽക്കുലേഷനിൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ അത് കണക്ക് തന്നെ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ ഒക്കെ ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഐറ്റം ആയിട്ടായിരിക്കും മെഷർമെന്റ് ഫോമിൽ എഴുതുന്നത്. ഫസ്റ്റ് ഫ്ലോറിന്റെ മേസണറിക്ക് ഇത്ര ക്വാണ്ടിറ്റി, സെക്കൻഡ് ഫ്ലോറിന്റെ മേസണറിക്ക് ഇത്ര ക്വാണ്ടിറ്റി, തേർഡ് ഫ്ലോറിന്റെ മേസണറിക്ക് ഇത്ര ക്വാണ്ടിറ്റി, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഓരോ ഫ്ലോറിനും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കണക്കിന് ഫൗണ്ടേഷന് മേസണറി ഉണ്ടെങ്കിൽ അതും സെപ്പറേറ്റ് ഐറ്റം ആയിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഓരോന്നിനും റേറ്റ് വ്യത്യാസം ഉണ്ടാകും. നമ്മൾ കൺസ്ട്രക്ഷന്റെ റേറ്റ് വ്യത്യാസം വരുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ പറയുന്നത്. ഇനി മേസണറി, ഇപ്പോ നമുക്കൊരു റൂമിന്റെ ബ്രിക്ക് മേസണറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? റൂമിനകത്ത്
ഡോറിന്റെ ഓപ്പണിംഗ് ഉണ്ടാവും. അതേ കണക്കിന് വെന്റിലേറ്റർ ഉണ്ടെങ്കിൽ വെന്റിലേറ്ററിന്റെ ഓപ്പണിങ്സ് ഉണ്ടാകും. ആ സ്പേസ് ഒക്കെ എന്ത് ചെയ്യണം? ഡിഡക്ട് ചെയ്യണം. അപ്പോൾ അത് ഓർത്തിരിക്കുക. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണ്, മേസണറിയുടെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഡോറിന്റെയും വിൻഡോയുടെ ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്യുക. ഡോർ ആൻഡ് വിൻഡോ ഓപ്പണിംഗ് ഷുഡ് ബി ഡിഡക്റ്റഡ്. ഇനി നെക്സ്റ്റ് പറയുന്നത് നമുക്ക് പാർട്ടീഷൻ വാൾസ്. അപ്പോൾ നമുക്ക് ചെറിയ ബ്രെഡ്ത്തിലുള്ള പാർട്ടീഷൻ വാൾസ് ആണെങ്കിൽ അവിടെ നമുക്ക് ക്വാണ്ടിറ്റി മീറ്റർ സ്ക്വയറിൽ കാൽക്കുലേറ്റ് ചെയ്യാം, വോളിയത്തിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. തിൻ പാർട്ടീഷൻ വാൾ ഈസ് മെഷേർഡ് ഇൻ സ്ക്വയർ മീറ്റർ. ഇപ്പോ നമുക്ക് ജസ്റ്റ് ഒരു വലിയ ഹോളിനെ 2 സ്പേസ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യാനായിട്ട് ഒരു തിൻ പാർട്ടീഷൻ വാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നമുക്ക് ലെങ്ത് ഇൻറ്റു ഹൈറ്റ് മാത്രം എടുത്താൽ മതി, ബ്രെഡ്ത്ത് എടുക്കണ്ട. ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വാൾ ഉണ്ട്, ഹണികോം ബ്രിക്ക് വാൾ. ഈ ഹണികോം ബ്രിക്ക് വാൾ നമ്മുടെ ബ്രിക്ക് വാൾസിനകത്ത് ഇങ്ങനെ ചെറിയ ഓപ്പൺ സ്പേസ് ഉണ്ടാവും. ബ്രിക്ക് ആണെങ്കിൽ ബ്രിക്കിൽ ഇങ്ങനെ ചെറിയ ഹോളോ പോർഷൻസ് ഒക്കെ ഉണ്ടാവും. അതാണ് ഹണികോം ബ്രിക്ക് വാൾ. തേനീച്ച കൂട് പോലെ ആയിരിക്കും ആ ബ്രിക്ക് ഇരിക്കുന്നത്. തേനീച്ച കൂടിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾ ഉള്ളത് പോലെ ആ ബ്രിക്കിനകത്ത് ചെറിയ ഹോൾസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ അവിടെ നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്ററിലാണ്. അവിടെയും വോളിയം എടുക്കില്ല. ബിക്കോസ് ഈ ബ്രിക്കിനകത്ത് ഒരുപാട് മൈൻഡ് ഹോൾസ് ഉള്ളത് കൊണ്ട് ഹണികോം ബ്രിക്ക് വാൾസിലും പാർട്ടീഷൻ വാൾസിലും നമ്മൾ എന്താണ്, മേസണറിയുടെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സ് അല്ലെങ്കിൽ ഏരിയയിലാണ്. തിൻ പാർട്ടീഷൻ വാൾസ് ആസ് വെൽ ആസ് ഹണികോം ബ്രിക്ക് വാളിൽ മെഷർമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കുക. അപ്പൊ വെറും മേസണറി എന്ന് പറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റി എന്തിൽ കാൽക്കുലേറ്റ് ചെയ്യണം? ക്യൂബിക് മീറ്റേഴ്സ് അല്ലെങ്കിൽ മീറ്റർ ക്യൂബിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി അവിടെ തന്നെ ഹണികോംബിങ് ബ്രിക്ക് വാൾസ് യൂസ് ചെയ്തു അല്ലെങ്കിൽ തിൻ പാർട്ടീഷൻ വാൾ എന്നൊക്കെ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഏരിയ എടുക്കുക, ലെങ്ത് ഇൻറ്റു ഹൈറ്റ് എടുക്കുക, ബ്രെഡ്ത്ത് ഓഫ് വാൾ കൺസിഡർ ചെയ്യണം. ഈ നെക്സ്റ്റ് വൺ ആണ് RCC വർക്ക്. എന്തായിരുന്നു RCCയുടെ ഫുൾ ഫോം? എന്താണ് RCCയുടെ ഫുൾ ഫോം? മറന്നുപോയോ? നിങ്ങൾക്ക് പഠിക്കാനില്ലേ എന്താണ് RCC? Reinforced cement concrete. റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. RCC നമ്മൾ എവിടെയൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു ബിൽഡിങ്ങിനകത്ത് എവിടെയാ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു ബിൽഡിങ്ങിൽ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ബീംസിലും റൂഫിങ്ങിലും. ബീംസിലും റൂഫിലും ഒക്കെയാണ് നമ്മൾ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് അവിടെ TMT ബാസ് റീഇൻഫോഴ്സ്മെന്റ് പ്ലസ് കോൺക്രീറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, അപ്പോൾ 2 സാധനങ്ങളുടെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. റീഇൻഫോഴ്സ്മെന്റിന്റെ ക്വാണ്ടിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യണം, കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക? കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ ക്യൂബിലായിരിക്കും. ഇപ്പൊ ഒരു കോളത്തിന്റെ ആണെങ്കിൽ എന്താണ്, കോളത്തിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി. ഇനി നമ്മൾ അതിനകത്തുനിന്ന് ഓർത്തിരിക്കുക, ഇപ്പോ കോളത്തിനകത്ത് എന്തുണ്ടാവും? ഇതാണെങ്കിൽ TMT ബാർ ഉണ്ടാവും. ആ ബാറിന്റെ വോളിയം ഒന്നും ഡിഡക്ട് ചെയ്യണ്ട. ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ലെങ്ത് ഓഫ് കോളം ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് കോളം ഇൻറ്റു ഹൈറ്റ് ഓഫ് കോളം ചെയ്യുമ്പോൾ കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി കിട്ടും. അത് കണക്ക് ഇപ്പോൾ സ്ലാബ് ആണെങ്കിൽ ലെങ്ത് ഓഫ് സ്ലാബ് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് സ്ലാബ് ഇൻറ്റു ഹൈറ്റ് ഓഫ് സ്ലാബ് ചെയ്യുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി കിട്ടും. ഇനി അവിടെ നമ്മൾ എന്ത് ചെയ്യണ്ട, നമുക്ക് അറിയാം ആ സ്ലാബിനുള്ളിൽ TMT ബാർസ് ഉണ്ട്. ആ TMT ബാർസിന്റെ വോളിയം ഡിഡക്ട് ചെയ്യേണ്ട, അല്ലാതെയാണ് നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The quantities are calculated in cubic meter exclusive of steel reinforcement. പിന്നെ നമുക്ക് സ്ലാബ് കോൺക്രീറ്റിങ്ങിന് എന്ത് വേണം? നമ്മൾ തട്ടടിക്കുക എന്ന് പറയും. സെൻട്രിങ്ങും ഷട്ടറിങ്ങും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കാനായിട്ട്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി സ്റ്റീൽ വർക്ക് ആണെങ്കിൽ, സ്റ്റീൽ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ്സ് ഒക്കെ എങ്ങനെയാണ് അതിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സോ സ്റ്റീലിന്റെ ക്വാണ്ടിറ്റി നമ്മൾ പറയുന്നത് കിലോഗ്രാംസ് ഓർ ടണ്ണിലായിരിക്കും പറയുന്നത്. അപ്പോൾ നമ്മൾ യൂഷ്വലി പറയുന്നത് ടേൺസിലാണ്. എന്ന് വെച്ചാൽ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീൽ ആണ് നമുക്ക് ഒരു വർക്ക് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ സ്റ്റീൽ വർക്കിന്റെ
ക്വാണ്ടിറ്റി നമ്മൾ പറയുന്നത് ടെൻസിലാണ്. ഇപ്പൊ നമ്മൾ ചെറിയൊരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ ഒക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് കിലോഗ്രാമിലും പറയാം, അവിടെ പ്രശ്നമില്ല. അവിടെ നമുക്ക് പ്രശ്നമില്ല, ഡയറക്റ്റ് ആയിട്ട് ചെറിയ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ കിലോഗ്രാംസിലാണ് പറയുക. ഇനി RCC, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ RCC വർക്ക് എന്നാണ് കുറച്ച് പേരൊക്കെ ഇപ്പം ജോയിൻ ചെയ്യുന്നത്. അമിതൊക്കെ എന്താ ലേറ്റ് ആയേ? കേൾക്കുന്നില്ലേ അമിതൊന്നും? വേണ്ടേ? ഇനി നമുക്കൊരു റൂഫ് സ്ലാബ് ഉണ്ട്. ആ റൂഫ് സ്ലാബിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ലെങ്ത് ഓഫ് സ്ലാബ് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് സ്ലാബ് ഇൻറ്റു ലെങ്ത് ഓഫ് സ്ലാബ് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് സ്ലാബ് ഇൻറ്റു ഹൈറ്റ് ഓഫ് സ്ലാബ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇനിയിപ്പോ നമുക്ക് അതിനകത്തുള്ള റീഇൻഫോഴ്സ്മെന്റ് ക്വാണ്ടിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയില്ല എങ്കിൽ എന്തെടുത്താൽ മതി? 0.8 to 1% ഓഫ് RCC ആയിരിക്കും എന്ത് സ്റ്റീലിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒരു വലിയൊരു സ്ലാബ് കോൺക്രീറ്റ് ചെയ്യണം. ഈ സ്ലാബിന്റെ ലെങ്ത് 8 മീറ്റർ, ഇത് 8 meters, ഈ ബ്രെഡ്ത്ത് നമുക്കൊരു 6 meters. ഈ സ്ലാബിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 15 centimeter. 15 centimeter എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര മീറ്റർ ആണ്? 0.15 meter. 0.15 meters. അപ്പോ കോൺക്രീറ്റിന്റെ RCC കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി എത്ര വരും? വോളിയം ഈസ് ഈക്വൽ ടു 8 into 8 ആണ് ലെങ്ത്, 6 ആണ് ബ്രെഡ്ത്ത്, 8 into 6 into 0.15 ആണ് വോളിയം ഓഫ് കോൺക്രീറ്റ്. അപ്പൊ കോൺക്രീറ്റിന്റെ വോളിയം 8 into 6 into 0.15 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിനകത്ത് എത്ര എമൗണ്ട് റീഇൻഫോഴ്സ്മെന്റ് കിട്ടണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലും എന്ത് ചെയ്താൽ മതി? നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ 1%, ഈ കിട്ടിയിരിക്കുന്ന വോളിയത്തിന്റെ 1% വോളിയം ആയിരിക്കും നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് നമുക്ക് സെപ്പറേറ്റ് ഐറ്റം ആയിട്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ നിങ്ങളുടെ BRCന്റെ സിലബസിൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കണം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, സ്റ്റീൽ വർക്ക് നമുക്കൊരു RCC ബീം അല്ലെങ്കിൽ RCC കോളം ഉണ്ടെങ്കിൽ അതിന്റെ കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റിയുടെ 1% റീഇൻഫോഴ്സ്മെന്റിന്റെ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുക. ആ റീഇൻഫോഴ്സ്മെന്റ് ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കിലോഗ്രാംസിലോ ടെൻസിലോ ആയിരിക്കും. ഒരു വലിയ ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ടെൻസിലാണ് പറയുക. ഇപ്പോ യൂഷ്വലി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ടെൻസിലാണ് വാല്യൂസ് തരുന്നത്. അപ്പോ എത്ര ടെൻ ആണ് ഒരു കിലോഗ്രാം? ഈ കിലോഗ്രാംസും ടെൻസും തമ്മിലുള്ള റിലേഷൻ എന്താ? കിലോഗ്രാമും ടെൻസും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞേ. എത്ര കിലോഗ്രാം ഒരു ടൺ? എത്ര കിലോഗ്രാംസ് ആണ് ഒരു ടൺ? 1000 kilograms. 1000 kilograms ആണ് ഒരു ടൺസ് ആയിട്ടുള്ളത്. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ അത് വരും കേട്ടോ. നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനകത്ത് കിലോഗ്രാമിൽ തരും, പക്ഷെ നമുക്ക് ടണ്ണിൽ കൺവേർട്ട് ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഓർത്തിരിക്കുക, 1000 kilograms ആണ് ഒരു ടൺ എന്ന് പറയുന്നത്. നമ്മുടെ 7th ഐറ്റം ഫ്ലോറിംഗ്. ഫ്ലോർ കോൺക്രീറ്റ് ഏറ്റവും ബേസിൽ നമ്മൾ കൊടുക്കുന്നതാണ്. നമ്മുടെ ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ള ഫ്ലോർ കോൺക്രീറ്റ്. അപ്പോൾ ഈ ഫ്ലോറിങ്ങിന്റെ ക്വാണ്ടിറ്റിയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെ എന്താണ്? തിക്നെസ് ഓഫ് ഫ്ലോറിംഗ് വളരെ ചെറുതായതുകൊണ്ടാണ് ഫ്ലോറിങ്ങിന്റെ ക്വാണ്ടിറ്റി നമ്മൾ സ്ക്വയർ മീറ്റേഴ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇപ്പോ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും വ്യത്യാസം വരിക? ഇപ്പൊ ഞാൻ കാണിച്ചത് ഗ്രൗണ്ട് ഫ്ലോർ ആയിരുന്നു. ഇപ്പൊ ഞാൻ കാണിച്ച ഫിഗർ ഒരു ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഫിഗർ ആയിരുന്നു. ഗ്രൗണ്ട് ഫ്ലോർ എന്താണ്? നമുക്ക് ഇവിടെ ഒരു ഫ്ലോർ കോൺക്രീറ്റിംഗ് ഉണ്ട്. നമ്മൾ ഇപ്പൊ തറയിടുന്ന എന്താണ്? ഒരു കോൺക്രീറ്റിംഗ് ആണ് കൊടുക്കുന്നത്. അതിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. തിക്നെസ് ഓഫ് ഫ്ലോറിംഗ് കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഫസ്റ്റ് ഫ്ലോർ എന്ന് വെച്ചാൽ എന്താ?
നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ റൂഫ് അല്ലേ? പോയി നമ്മുടെ ഫ്രെയിംഡ് സ്ട്രക്ചർ ആയിട്ട് വരയ്ക്കാം. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫ്ലോർ. ഈ ഫസ്റ്റ് ഫ്ലോർ എന്ന് വെച്ചാൽ എന്താ? ഗ്രൗണ്ട് ഫ്ലോറിന്റെ റൂഫാണ്. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇവിടെ നമുക്കൊരു RCC സ്ലാബ് ഉണ്ട്. അപ്പോൾ ഈ RCC സ്ലാബിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് സ്ക്വയർ മീറ്റേഴ്സിൽ അല്ല മീറ്റർ ക്യൂബിലായിരിക്കും. സോറി, മീറ്റർ ക്യൂബിലാണ് അത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ RCC ബേസ് കോൺക്രീറ്റ് മീറ്റർ ക്യൂബിൽ എടുക്കുക. ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യും? ഇതിന്റെ മുകളിൽ നമുക്ക് ഫ്ലോർ കവറിങ്സ് അല്ലെങ്കിൽ ഫ്ലോർ ഫിനിഷസ് പ്രൊവൈഡ് ചെയ്യും. ഫ്ലോർ കവറിങ്സ് അല്ലെങ്കിൽ ഫ്ലോർ ഫിനിഷസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഫ്ലോർ ഫിനിഷസ് അതിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ സ്ക്വയറിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിലബസിൽ സിംഗിൾ റൂമിന്റെ ബിൽഡിങ്സ് അല്ല, സിംഗിൾ സ്റ്റോറിയുടെ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താണ്? ക്വാണ്ടിറ്റി കാൽക്കുലേറ്റഡ് ഇൻ സ്ക്വയർ മീറ്റേഴ്സ്. ഇനി ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ ഒക്കെ വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? നമുക്ക് അതിന്റെ ബേസ് കോൺക്രീറ്റ് മീറ്റർ ക്യൂബിൽ എടുക്കുക. ഫ്ലോർ ഫിനിഷിങ് സ്ക്വയർ മീറ്റേഴ്സിൽ കൺസിഡർ ചെയ്യാം. ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ബാക്കി എടുക്കാം. അപ്പൊ ഈ പറഞ്ഞ 7 ഐറ്റംസ്, 7 ഐറ്റംസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നിയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ജസ്വിൻ മാത്രമേ ക്ലാസ്സിലുള്ളൂ. ജസ്വിൻ, ശ്വേത. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ഈ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മുടെ സബ്ജക്ട് വളരെ എളുപ്പമാണ്, പക്ഷെ നിങ്ങൾ ജസ്റ്റ് അതിന്റെ കൺസെപ്റ്റ്, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്ലാസ്റ്ററിങ് ആൻഡ് പോയിന്റിങ്. പ്ലാസ്റ്ററിങ് പോയിന്റിങ് ഒക്കെ എന്താ നിങ്ങൾക്ക് അറിയാവോ? പ്ലാസ്റ്ററിങ് എന്താണ്, പോയിന്റിങ് എന്താണെന്നൊക്കെ അറിയാമോ? പ്ലാസ്റ്ററിങ് എന്താന്നൊക്കെ അറിയാവോ? എന്താ? അപ്പോ പ്ലാസ്റ്ററിങ്ങിന്റെയും പോയിന്റിങ്ങിന്റെയും ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ് നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത് എന്താ? 12 mm തിക്ക് പ്ലാസ്റ്ററിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലെങ്ത് ഇൻറ്റു ഹൈറ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. തിക്നെസ് ഓഫ് പ്ലാസ്റ്ററിങ് കൺസിഡർ ചെയ്യേണ്ട. അപ്പൊ പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻ മീറ്റർ സ്ക്വയർ ആണ്. തിക്നെസ് ഓഫ് പ്ലാസ്റ്ററിങ് ഈസ് നോട്ട് കൺസിഡേർഡ് while taking the quantities of plastering. ഇനി നമുക്കറിയാം നമ്മുടെ റൂമിൽ ഇപ്പോ നമുക്ക് ഈ ഒരു വാള്, ഒരു സെക്കൻഡ് വരച്ചട്ടെ, നമുക്ക് ഇവിടെ ഒരു വാൾ ഉണ്ട്. ഇപ്പോ ഇനി ഇവിടെ ഒരു വാൾ ഉണ്ട്. ഇവിടെ എനിക്കൊരു വലിയൊരു ഡോർ ഉണ്ട്. ഇവിടെ വിൻഡോ, ഇവിടെ വിൻഡോ, ഇവിടെ ഒരു വലിയ വെന്റിലേറ്റർ ഉണ്ട്. ഡബിൾ ഹൈറ്റ് ആണ്, ഒരു 8 മീറ്റർ ഹൈറ്റ് ആണെന്ന് വിചാരിക്കുക ഈ ഒരു പോർഷൻ. അപ്പൊ എനിക്ക് ഈ വാള് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് 8 മീറ്റർ ഹൈറ്റ്. ഇത് 8 ആണ്. ഇതൊരു 6 മീറ്റർ. 6 മീറ്റർ. അപ്പോ ഇവിടെ പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി എത്ര വരും? പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? എന്ത് കൺസിഡർ ചെയ്യേണ്ട? തിക്നെസ് ഓഫ് പ്ലാസ്റ്ററിങ് കൺസിഡർ ചെയ്യേണ്ട.
ഇപ്പൊ ഇവിടെ പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി എത്ര വരും എന്ന് പറഞ്ഞേ? നമ്മൾ പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ സ്ക്വയറിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലെങ്തും ഹൈറ്റും മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ബിൽഡിങ്ങിന്റെ ഈ ഒരു വോളിന്റെ പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി എത്ര വരിക? 48. 8 into 6 48 മീറ്റർ സ്ക്വയർ ആണ് പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി വരിക. ഇനി നമുക്കറിയാം ഈ വോൾ ചെയ്താണ്ട് ഇവിടെ ഒരു ഡോർ ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, ഇവിടെ ഒരു വെന്റിലേറ്റർ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഈ സ്പേസസ് നമ്മൾ റെഡ്യൂസ് ചെയ്യണം ടു ഗെറ്റ് ആക്യുറേറ്റ് ക്വാണ്ടിറ്റി. അപ്പോ നമുക്ക് വളരെ ചെറിയ ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഈ ഒരു ഡിഡക്ഷൻ ചെയ്യില്ല. ഡിഡക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു ഓപ്പണിംഗ്, വെന്റിലേറ്റർ ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ഓപ്പണിംഗ് ഡിഡക്ട് ചെയ്യില്ല. 8 6 48 മീറ്റർ സ്ക്വയർ ആണ് പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ ഓപ്പണിങ്സ് അനുസരിച്ച് നമ്മൾ ആ ഡിഡക്ഷന്റെ വാല്യൂസിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അതാണ് നമ്മൾ അടുത്ത പറയുന്നത്, പ്ലാസ്റ്ററിങ് ആൻഡ് പോയിന്റിങ്. അത് നമ്മൾ തേർഡ് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി സർവേയിങ്ങിന്റെ പ്രോബ്ലംസ് വരുന്ന മോഡ്യൂൾ, അത് 4th ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നമുക്കിത് ആവശ്യമുണ്ട്. അപ്പൊ നോക്കിക്കേ, ഫോർ സ്മോൾ ഓപ്പണിംഗ് അപ് ടു 0.5 സ്ക്വയർ മീറ്റർ നോ ഡിഡക്ഷൻ ഈസ് മെയ്ഡ്. അപ്പൊ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ഓപ്പണിംഗ്, ഇപ്പൊ ഈ വെന്റിലേറ്ററിന്റെ ഓപ്പണിംഗ് 0.5 m സ്ക്വയറിൽ താഴെയാണ്. വെന്റിലേറ്ററിന്റെ ഓപ്പണിംഗ് ഈ കൊടുത്തിരിക്കുന്ന വെന്റിലേറ്ററിന്റെ ഓപ്പണിംഗ് 0.5 m സ്ക്വയറിൽ താഴെയാണെങ്കിൽ എന്ത് ചെയ്യണ്ട? ഡിഡക്ട് ചെയ്യണ്ട. ജസ്റ്റ് അവിടെയും പ്ലാസ്റ്ററിംഗ് ഉള്ള രീതിയിലാണ് നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, ഫോർ ഓപ്പണിംഗ് എക്സീഡിങ് 0.5 സ്ക്വയർ മീറ്റർ, ഓപ്പണിംഗ് എക്സീഡിങ് 0.5 സ്ക്വയർ മീറ്റർ and less than 3 square meter, deduction is made for one phase only. എന്ന് പറഞ്ഞാല് നമുക്ക് എന്താണ്? For opening up to 0.5 square meter and less than 3 square meter, deduction is made in one phase only. എന്ന് വെച്ചാൽ ഇത് വോളിന്റെ ഔട്ടർ സർഫസ്, ഈ വോളിന്റെ ഇന്നർ സർഫസും നമ്മുടെ പ്ലാസ്റ്റർ ചെയ്യും. അപ്പൊ ഒരു വീടിന്റെ ഔട്ട്സൈഡ് പ്ലാസ്റ്ററിംഗും ഉണ്ട്, ഇൻസൈഡ് പ്ലാസ്റ്ററിംഗും ഉണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡിഡക്ഷന്റെ ഏരിയ എന്ന് വെച്ചാൽ ഓപ്പണിംഗിന്റെ ഏരിയ എന്ന് വെച്ചാൽ 0.5 to 3 സ്ക്വയർ മീറ്റർ ആണെങ്കിൽ ഒന്നുകിൽ ഔട്ട്സൈഡിൽ കുറയ്ക്കുക അല്ലെങ്കിൽ ഇൻസൈഡിൽ കുറയ്ക്കുക, ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം ഡിഡക്ട് ചെയ്യുക. ഇനി എബവ് 3 സ്ക്വയർ മീറ്റർ ആണെങ്കിൽ, ഫോർ ഓപ്പണിംഗ്സ് എബവ് 3 സ്ക്വയർ മീറ്റർ ആണെങ്കിൽ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ഓൺ ബോത്ത് സൈഡ്സ്. ഫോർ ഓപ്പണിംഗ് എബവ് 3 സ്ക്വയർ മീറ്റർ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ഫോർ ബോത്ത് സ്പേസസ്. രണ്ട് സൈഡിലും ഡിഡക്ട് ചെയ്യുക. ഇൻസൈഡിൽ പ്ലാസ്റ്ററിംഗും ഡിഡക്ട് ചെയ്യുക, ഔട്ട്സൈഡ് പ്ലാസ്റ്ററിംഗിലും ഡിഡക്ട് ചെയ്യുക. ഓക്കെ. ഇനി പോയിന്റിങ്ങിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സിലായിരിക്കും. ആൻഡ് ഡിഡക്ഷൻ ഈസ് മെയ്ഡ് സിമിലർ ടു പ്ലാസ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? ഇത് നല്ലപോലെ ഓർത്തിരിക്കണം. ബിക്കോസ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആ ഓപ്പണിങ്ങിന്റെ ഏരിയ ഒക്കെ വെച്ച് വേണം പ്ലാസ്റ്ററിങ്ങിന്റെ വാല്യൂസ് ഡിഡക്ട് ചെയ്യാനായിട്ട്. മനസ്സിലായിട്ടുണ്ടോ ആ 3 പോയിന്റ്സും? ഫോർ ഓപ്പണിംഗ് അപ് ടു 0.5 സ്ക്വയർ മീറ്റർ ഡിഡക്ഷൻ ഒന്നുമില്ല. ഫോർ ഓപ്പണിംഗ് 0.5 സ്ക്വയർ മീറ്റർ ആൻഡ് ലെസ് ദാൻ 3 സ്ക്വയർ മീറ്റർ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ഓൺ വൺ ഫേസ്. എബവ് 3 സ്ക്വയർ മീറ്റർ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ഓൺ ബോത്ത് ഫേസസ്. ഇനി 9th ഐറ്റം, വൈറ്റ് വാഷിംഗ് ഓർ കളർ വാഷിംഗ് ഓർ പെയിന്റിംഗ്. അതിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. വൈറ്റ് വാഷിംഗ്, ഈ വൈറ്റ് വാഷ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പെയിന്റ് ചെയ്യുമ്പോഴും അതിന്റെ തിക്നെസ് എന്താണ്? വളരെ ചെറിയ തിക്നെസ്സിലാണ് നമ്മൾ പെയിന്റിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി എന്താണ്? മീറ്റർ സ്ക്വയറിലാണ് ക്വാണ്ടിറ്റീസ് വരുന്നത്. മീറ്റർ സ്ക്വയറിലാണ് ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ തിക്നെസ് കുറവാണെങ്കിൽ നമുക്ക് എന്തെടുത്താൽ മതി? ഏരിയയിലാണ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ക്വാണ്ടിറ്റീസ് ആർ കമ്പ്യൂട്ടഡ് ഇൻ സ്ക്വയർ മീറ്റേഴ്സ്. വൈറ്റ് വാഷിംഗ്, കളർ വാഷിംഗ്, ഡിസ്റ്റംബറിംഗ്, അവിടെ എന്തിന്റെ ഏരിയ എടുക്കണ്ടേ? വോളിന്റെ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. So the quantities are computed in square meter, are usually same as for plastering. ഇനി നമുക്ക് പെയിന്റിംഗ് ഒരു കോട്ട ആയിരിക്കില്ല, 3 coats of paintings ആയിരിക്കും നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുക.
അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഡോർസ് ആൻഡ് വിൻഡോസ്. അപ്പോൾ ഡോറിൽ വിൻഡോ, അപ്പൊ ഡോർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്ടാവും, ഡോർ ഫ്രെയിമും ഉണ്ട്, ഡോർ ഷട്ടറും ഉണ്ട്. അപ്പോൾ ഫ്രെയിം എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ആ ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്ന പോർഷൻ ആണ് ഡോർ ഫ്രെയിം എന്ന് പറയുന്നത്. നമ്മൾ വോളിലേക്ക് ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്നതാണ് ഡോർ ഫ്രെയിം എന്ന് പറയുന്നത്. ഡോർ ഫ്രെയിം ഒരു ചാക്കോത്ത്, അത് ഹിന്ദി നെയിം ആണ്. അപ്പോൾ ഡോർ ഫ്രെയിമിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക മീറ്റർ ക്യൂബിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡോർ ഫ്രെയിമിന്റെ ക്വാണ്ടിറ്റി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ്സിലാണ് ഡോർ ഫ്രെയിമിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ ഷട്ടർ എന്ന് വെച്ചാൽ നമ്മൾ ഈ അടപ്പുണ്ടാവുമല്ലോ, ഈ ഓപ്പൺ ഡോറിനകത്ത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും, ഡോറിനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന പോർഷൻ, അതാണ് ഷട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഷട്ടേഴ്സിന്റെ ക്വാണ്ടിറ്റി സ്ക്വയർ മീറ്റേഴ്സിലാണ് എടുക്കുന്നത്. അവിടെ ആ ഷട്ടർ എന്താണ്, നമ്മുടെ ഡോറിന്റെ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്ന ആ പോർഷന്റെ തിക്നെസ് വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് അവിടെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ സ്ക്വയർ ആണ്. ഇനിയിപ്പോ എന്താ ഫ്രെയിം എന്ന് വെച്ചാൽ നമ്മുടെ കട്ടളയില്ലേ, നമ്മൾ വീടിന്റെ കട്ടള വെക്കുമെന്ന് പറയില്ല, കട്ടളയാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയുന്നത്. കട്ടളയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ്, നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്ന പോർഷൻ ആണ് ഷട്ടർ എന്ന് പറയുന്നത്. ഷട്ടറിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സിലാണ്. ബിക്കോസ് എന്താണ്, അതിന്റെ തിക്നെസ് വളരെ കുറവാണ്. ഡോറിന്റെ ഷട്ടേഴ്സ് അല്ലെങ്കിൽ വിൻഡോയുടെ ഷട്ടേഴ്സ് എന്ന് വെച്ചാൽ വളരെ കുറവാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇപ്പോ നമുക്കറിയാം ഈ ഡോറിന്റെ ഫ്രെയിം ചില കേസിൽ നമുക്ക് ഡോറിന്റെ ഫ്രെയിം ഇത്രേ ഉണ്ടാകത്തുള്ളൂ, നമുക്ക് താഴെ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ മെമ്പർ ഉണ്ടാവില്ല. അപ്പൊ ആ കേസിൽ എന്താണ്, നമുക്ക് ഡോറിന്റെ ഷട്ടർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഫ്ലോറിൽ നിന്ന് ഒരു 6 mm മുകളിലേക്കായിരിക്കണം ഡോറിന്റെ ഷട്ടർ നിൽക്കുന്നത്. അതാണ് ആ പറയുന്നത്. എ ക്ലിയറൻസ് ഓഫ് 6 mm മേ ബി അലൗഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഡോർ ഇഫ് ദർ ഈസ് നോ സിൽ മെമ്പർ. സിൽ മെമ്പർ എന്ന് വെച്ചാൽ ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ടൊരു ബോട്ടത്തിലും ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടൊരു പീസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് പുറത്തേക്ക് തുറക്കുന്ന ഡോറിന് മാത്രമേ ഈ ബോട്ടം മെമ്പർ വെക്കാറുള്ളൂ. വീടിനകത്തുള്ള ഡോർസിനൊന്നും ആ ബോട്ടത്തിലുള്ള ഹൊറിസോണ്ടൽ മെമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറില്ല. ഇപ്പൊ ഡോർ ഷട്ടർ ആൻഡ് വിൻഡോ ഷട്ടർ. ഇനി വുഡ് വർക്ക്സ്. ഇനി നമ്മൾ ബാക്കി ഏത് ടൈപ്പ് ഓഫ് വുഡൻ വർക്ക് ആണ് നമ്മൾ വീട്ടിൽ ചെയ്താലും അതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യൂബിക് മീറ്റേഴ്സിലാണ്. അപ്പോൾ യൂഷ്വൽ ആയിട്ടുള്ള വുഡൻ വർക്ക്സിന്റെ ഒക്കെ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് മീറ്റേഴ്സ് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ്. ഇപ്പോൾ വുഡൻ ബീംസ്, പോസ്റ്റ്, വുഡൻ റൂഫ് ട്രസസ്, ഡോർ ഫ്രെയിം, വിൻഡോ ഫ്രെയിം എക്സെട്ര കംസ് അണ്ടർ ദിസ്. അത് മീറ്റർ ക്യൂബിലാണ്. അപ്പൊ വുഡ് വർക്കിനകത്ത് ഫ്രെയിം, ഡോറിന്റെയും വിൻഡോയുടെയും ഫ്രെയിംസ് മാത്രമേ ഉള്ളൂ ഇതിൽ വരുന്നത് മീറ്റർ സ്ക്വയറിൽ വരുന്നത്. ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും വുഡ് വർക്കിൻ്റെത് മീറ്റർ ക്യൂബിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെഷർമെന്റ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്കിൽ പറയുന്നത്. മെഷർമെന്റ്സ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് തരിക എന്ന് വെച്ചാല് സോ നിങ്ങൾ കണ്ടല്ലോ, നമുക്ക് ഇതേ കണക്കായിരിക്കും ഒരു ക്വസ്റ്റ്യൻ തരാം. നമുക്കൊരു ഒരു ബിൽഡിംഗ് തരും, സിംഗിൾ സ്റ്റോറി ബിൽഡിംഗേ നമുക്ക് തരുള്ളൂ. എന്നിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു പോർഷന്റെ ക്രോസ് സെക്ഷനും തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ള വാല്യൂ ക്വസ്റ്റ്യനിൽ തരും. ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. അതായിരുന്നു നമ്മൾ ആദ്യം എഴുതിയത്, ഓർക്കുന്നില്ല? എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ.
അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ബ്രെഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ലെങ്ത് ഓഫ് എക്സ്കവേഷൻ എത്ര വരും? ഈ ബിൽഡിങ്ങിന്റെ ഔട്ടർ ലെങ്ത് ഫുൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക, ലെങ്ത് ഓഫ് എക്സ്കവേഷൻ. ഇനി ഹൈറ്റ് ഓഫ് എക്സ്കവേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഗ്രൗണ്ട് ലെവലിന് താഴത്തേക്കുള്ളതാണ് ഇത് ഹൈറ്റ് ഓഫ് എക്സ്കവേഷൻ. പിന്നെ ഏറ്റവും ബേസിലെ ബ്രെഡ്ത്ത് ആണ് ബ്രെഡ്ത്ത് ഓഫ് എക്സ്കവേഷൻ. അപ്പൊ ബ്രെഡ്ത്ത് 70, ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഇത്രയും പോർഷൻസ് നമ്മൾ ആഡ് ചെയ്തെടുക്കാം. ലെങ്ത് കിട്ടാനായിട്ട് എന്ത് ചെയ്യാം? ഔട്ടർ ലെങ്ത് ഫുൾ ആഡ് ചെയ്തെടുക്കുക. ഇതാണ് നമുക്ക് ഉള്ള ഔട്ടർ ടു ഔട്ടർ എന്താണ് എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഞാൻ എളുപ്പമായിട്ടൊരു കാര്യം ചോദിക്കാം. ഇതിന്റെ ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാമോ? ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന യൂണിറ്റ് എന്താ? ബ്രിക്ക് വർക്ക് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ മേസണറി നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബ്രിക്ക് മേസണറി ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ എങ്ങനെയാ ചെയ്യുന്നത്? വോളിയം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ബിൽഡിങ്ങിന്റെ ബ്രിക്ക് വർക്കിന്റെ വോളിയം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ക്യൂബിക് മീറ്റേഴ്സ്. നമുക്ക് ഇവിടെ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഉണ്ട് 330 എന്നും പറഞ്ഞ് ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഉണ്ട്, 20 എന്നും പറഞ്ഞ് ബിൽഡിങ്ങിന്റെ ബ്രെഡ്ത്ത് ഉണ്ട്. ബ്രെഡ്ത്തും ഹൈറ്റും ഉണ്ട്. ഇനി എന്ത് വേണം? ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ലെങ്ത് എന്ന് പറയുമ്പോൾ ഇതാണ് ബ്രിക്ക് വർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ബ്രിക്ക് വർക്കിന്റെ ലെങ്ത്. അപ്പോൾ നമുക്ക് ഈ ബ്രിക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. സെന്റർ ലൈൻ മെത്തേഡും അതേ കണക്ക് തന്നെ ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡും. നമുക്കൊരു ബിൽഡിങ്ങിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി സർവിങ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ റെഡ് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ എടുക്കേണ്ട ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ മെത്തേഡ് നമ്മൾ 4th മൊഡ്യൂളിലേ പഠിക്കുള്ളൂ. ജസ്റ്റ് ഇപ്പൊ നമ്മൾ ക്വാണ്ടിറ്റി മെഷർമെന്റ്സ് എങ്ങനെ എടുക്കാൻ പറഞ്ഞത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്? ജസ്റ്റ് ഏത് ക്വാണ്ടിറ്റിയിൽ നമ്മൾ മെഷർമെന്റ്സ് എടുക്കുന്നത് മാത്രം ഇപ്പോൾ ഓർത്തിരിക്കുക. ഇപ്പൊ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എർത്ത് വർക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ ക്യൂബിലാണ്. കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മീറ്റർ ക്യൂബിലാണ്. DPC ഡാം പ്രൂഫ് കോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മീറ്റർ സ്ക്വയറിലാണ്. മേസണറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യൂബിക് മീറ്റർ. ബോത്ത് ബ്രിക്ക് മേസണറി ആൻഡ് സ്റ്റോൺ മേസണറി കാൽക്കുലേറ്റഡ് മീറ്റർ ക്യൂബ്. RCC കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ ക്യൂബിലാണ്. സ്റ്റീൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്വിന്റൽസിലോ സ്റ്റീൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ടെൻസിലോ കിലോഗ്രാമിലോ ആയിരിക്കും. ഫ്ലോറിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സ് ആണ്. ഈ ഫ്ലോറിംഗിനകത്തൊരു വ്യത്യാസം വരിക എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ അങ്ങനെ വരുവാണെങ്കിൽ അവിടെ ക്യൂബിക് മീറ്റേഴ്സ്, ക്യൂബിക് അതിന്റെ ബേസ് കോൺക്രീറ്റിംഗ് ക്യൂബിക് മീറ്ററും ഫ്ലോർ കവറിങ് മീറ്റർ സ്ക്വയറിലും കാൽക്കുലേറ്റ് ചെയ്യും. പ്ലാസ്റ്ററിങ്ങും പോയിന്റിങ്ങും ആണെങ്കിൽ സ്ക്വയർ മീറ്ററിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിഡക്ഷൻസിന് നമുക്ക് 3 കേസ് ഉണ്ട്. സ്മോൾ ഓപ്പണിംഗ് അപ് ടു 0.5 ആണെങ്കിൽ നോ ഡിഡക്ഷൻ ഈസ് മെയ്ഡ്. ഫോർ ഓപ്പണിംഗ് എക്സീഡിംഗ് 0.5 സ്ക്വയർ മീറ്റർ ആൻഡ് ലെസ് ദാൻ 3 സ്ക്വയർ മീറ്റർ ആണെങ്കിൽ ബോത്ത് സൈഡ്സിൽ ഓപ്പൺ ചെയ്യും. എബോവ് 3 സ്ക്വയർ മീറ്റർ ആണെങ്കിൽ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ഫോർ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഓപ്പണിംഗ്. വൈറ്റ് വാഷിംഗിന്റെ ഒക്കെ ക്വാണ്ടിറ്റി മീറ്റർ സ്ക്വയറിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡോഴ്സും അതാണെങ്കിൽ വുഡ് വർക്ക് ആണെങ്കിൽ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. വുഡ് വർക്കിനകത്ത് ഡോറിന്റെയും വിൻഡോയുടെയും ഷട്ടർ ഒഴിച്ച് ബാക്കിയെല്ലാം മീറ്റർ ക്യൂബിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡോറിന്റെയും വിൻഡോയുടെയും ഷട്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ സ്ക്വയറിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡോറിന്റെയും വിൻഡോയുടെയും ഷട്ടറിങ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ സ്ക്വയറിലാണ്. ബാക്കി എല്ലാ വുഡ് വർക്കും മീറ്റർ ക്യൂബിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാമോ? Components of an estimate. So components of an estimate അത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഉണ്ട്. അത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അത് നമുക്ക് എക്സാംസിന് പാർട്ട് എയിലൊക്കെ കയറി ചോദിക്കാവുന്നതാണ്. So what are the components of an estimate? First one, material cost. Material cost.
അപ്പോൾ നമ്മൾ ചെയ്യുന്ന ബിൽഡിങ്ങിന്റെ ഓരോ ഐറ്റത്തിന്റെ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് നമ്മൾ അറിഞ്ഞിട്ടിരിക്കണം. ഈ സെക്കൻഡ് വൺ ലേബർ കോസ്റ്റ്. നമുക്ക് ഓരോ വർക്കിനും ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേബേഴ്സ് ആണ്. ചില വർക്ക് ചെയ്യാൻ നമുക്ക് സ്കിൽഡ് ലേബേഴ്സ് വേണം, ചിലർക്ക് വേണം അൺസ്കിൽഡ് ലേബേഴ്സും അറിയാം. അപ്പോൾ ഓരോരുത്തരുടെയും പെർ ഡേ ഒരു ദിവസത്തെ അവരുടെ ലേബർ ചാർജ് എത്രയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ കോഡ് ഓഫ് റെഫറൻസിന് റെഫർ ചെയ്ത് മനസ്സിലാക്കിയിരിക്കണം. ഈ തേർഡ് വൺ ആണ് എക്യുപ്മെന്റ് കോസ്റ്റ്. എക്യുപ്മെന്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ചില വർക്ക്സ് പെർഫോം ചെയ്യാനായിട്ട് കോൺക്രീറ്റ് മിക്സ്ഡ് അല്ലെങ്കിൽ റെഡി മിക്സ് കോൺക്രീറ്റിന്റെ പ്ലാന്റ് അങ്ങനെയൊക്കെയുള്ള എക്യുപ്മെന്റ്സ് വേണ്ടി വലിയ വർക്ക്സ് ഒക്കെ ആണെങ്കിൽ അപ്പോൾ എന്താണ് ആ എക്യുപ്മെന്റ്സ് നമ്മൾ ഹയർ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഹയർ ചാർജസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഹയർ ചാർജ് നമ്മൾ യൂഷ്വലി എടുക്കുന്നത് 1 to 1.5% ഓഫ് ദി എസ്റ്റിമേറ്റ് കോസ്റ്റ് ഇസ് പ്രൊവൈഡഡ് ആസ് ഹയർ ചാർജസ്. നമ്മളൊരു ബിൽഡിങ്ങിന്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ട് അതിന്റെ 1 to 1.5% എപ്പോഴും എക്യുപ്മെന്റ്സിന് ഹയർ ചാർജിനായിട്ട് മാറ്റി വെക്കണം. സോ നെക്സ്റ്റ് വൺ ആണ് കണ്ടിൻജൻസീസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമാണ്. ഈ പേര് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, കണ്ടിൻജൻസീസ്. അപ്പൊ കണ്ടിൻജൻസീസ് എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ, നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തു, നമ്മൾ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്ത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തു. പക്ഷേ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചിലപ്പോൾ കുറച്ച് എക്സ്പെൻസ് കൂടുതൽ കയറി വരും. അതിനെയാണ് കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. കണ്ടിൻജൻസീസ്, അൺഫോർസീൻ എക്സ്പെൻസസ്. നമ്മൾ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതിനകത്ത് ചിലപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കയറി വരും. അതിനെയാണ് കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു 3 to 5% എന്തായിരിക്കണം, കണ്ടിൻജൻസീസിന് വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഒരു 15 lakhs നമ്മളൊരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഇട്ട് വെച്ചാൽ ആ 15 lakhs പ്ലസ് അതിന്റെ ഒരു 3% അല്ലെങ്കിൽ 5% കണ്ടിൻജൻസീസ് വന്നാൽ മീറ്റ് ചെയ്യാനായിട്ട് കൂടി എടുത്തു വെച്ചിരിക്കണം. ഓക്കെ, അതാണ് നമ്മൾ കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. അഡീഷണൽ എക്സ്പെൻസ് നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തായാലും കുറച്ച് എമൗണ്ട് കൂടുതൽ കയറി വരും. അതിനെയാണ് കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത്. കണ്ടിൻജൻസീസ്. നെക്സ്റ്റ് വൺ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ്സ്. വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ്സ്. ഇപ്പോ നമ്മളൊരു ഫ്ലാറ്റിന്റെ കൺസ്ട്രക്ഷൻ, ഒരു 10 story ഫ്ലാറ്റിന്റെ കൺസ്ട്രക്ഷൻ നടക്കുവാണ്. അപ്പോൾ ആ കൺസ്ട്രക്ഷൻ വർക്ക്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ ആൾക്കാരെ ടെമ്പററി ആയിട്ട് കുറച്ച് വർക്കേഴ്സിനെ എടുത്തു വെക്കും. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന എക്സ്പെൻസസ് ഒക്കെയാണ് നമ്മൾ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് എന്ന് പറയുന്നത്. ഒരു ഹ്യൂജ് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുവാണെങ്കിൽ അവിടെ കുറച്ച് ടെമ്പററി എംപ്ലോയീസിനെ നമ്മൾ എംപ്ലോയ് ചെയ്യും. ആ ടെമ്പററി എംപ്ലോയീസിന് കൊടുക്കുന്ന വേജസ് ഒക്കെയാണ് വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ നടക്കുവാണ്, ഒരു 10 story ഫ്ലാറ്റിന്റെ കൺസ്ട്രക്ഷൻ നടക്കുവാണ്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ഈ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഒക്കെ ആ സൈറ്റിൽ തന്നെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഗാർഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു സെക്യൂരിറ്റി ഓഫീസറിനെ എംപ്ലോയ് ചെയ്യും. ഇനി അതേ കണക്ക് തന്നെ വലിയ കൺസ്ട്രക്ഷൻ വർക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സൈറ്റ് ഓഫീസിന്റെ ആവശ്യം ഉണ്ടാവും. അപ്പൊ ആ സൈറ്റ് ഓഫീസിന്റെ എക്സ്പെൻസസ്, ആ സൈറ്റ് ഓഫീസിന് വേണ്ട സ്റ്റേഷനറി എക്യുപ്മെന്റ്സ്, പേപ്പർ, പ്രിന്റർ, കമ്പ്യൂട്ടർ, അപ്പൊ അങ്ങനെയുള്ള എക്സ്പെൻസ് ഒക്കെയാണ് നമ്മൾ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ്സിനകത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 1.5 to 2% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് is included in the estimate as work charge establishment. അപ്പൊ നമ്മൾ ഏതൊരു എസ്റ്റിമേറ്റ്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്താലും അതിനകത്ത് കണ്ടിൻജൻസീസ് എന്ന് പറയുന്നത് 3 to 5% മാറ്റി വെക്കണം. ഇനി അതേ കണക്ക് തന്നെ 1 to 1.5% എക്യുപ്മെന്റ് കോസ്റ്റിന് മാറ്റി വെക്കണം. ഇനി അതേ കണക്ക് തന്നെ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് എത്രയാണ്, 1.5 to 2% വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ്സിനായിട്ട് മാറ്റി വെക്കണം. ഈ നെക്സ്റ്റ് വൺ ആണ് പ്രൊവിഷണൽ സം. Provisional sum. So provisional sum, an example വെച്ച് പറയാം. ഇപ്പോൾ ലിഫ്റ്റിന്റെ ഇൻസ്റ്റലേഷൻ, എയർ കണ്ടീഷനിങ്ങിന്റെ ഇൻസ്റ്റലേഷൻ, റെഫ്രിജറേറ്റിംഗ് മെഷീൻസ് എക്സെട്ര. ഇപ്പൊ നമ്മളൊരു നേരത്തെ പറഞ്ഞ കണക്ക് ഫ്ലാറ്റിന്റെ കൺസ്ട്രക്ഷൻ വരുവാണ്. അപ്പോൾ ഹൈ റൈസ് ബിൽഡിംഗ് ആയി. അപ്പോൾ ഈ ഹൈ റൈസ് ബിൽഡിംഗ് ആയതുകൊണ്ട് ഹൈ റൈസ് ബിൽഡിംഗിൽ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം, ലിഫ്റ്റ് മാൻഡേറ്ററി ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. ഇൻ അഡീഷൻ ടു ലിഫ്റ്റ് നമ്മൾ ഫ്ലോസിനെ കണക്ട് ചെയ്യാനായിട്ട് റാംസും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന്റെ കോസ്റ്റ് അറിയാം. ഇപ്പൊ നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ കോസ്റ്റ് അറിയാം. പക്ഷെ ഈ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ലിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമുക്കൊരു 2017 നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തു.
2017 എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ ആ സമയത്തുള്ള നമുക്ക് ലിഫ്റ്റിന്റെ കോസ്റ്റ് ആണ് നമ്മൾ എസ്റ്റിമേറ്റിൽ എടുത്തത്. പക്ഷേ ഇതിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് തീർന്നപ്പോൾ 2022 ആയി. അപ്പൊ പല കാരണങ്ങൾ 2022 ആയപ്പോഴാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നത്. അപ്പൊ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ലിഫ്റ്റിന്റെ ഒക്കെ ആ ഒരു എമൗണ്ട് ആയിരിക്കും ഈ സമയത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രൊവിഷണൽ സം എന്ന് പറയുന്നത്. നമുക്കറിയാം ആ വർക്ക് ഉണ്ട്, അത് ചെയ്യണം, പക്ഷെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ഒരു എമൗണ്ട് പറയാൻ കഴിയുന്നില്ല. അതിനെയാണ് പ്രൊവിഷണൽ സം എന്ന് പറയുന്നത്. പ്രൊവിഷണൽ സം എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് വൺ ആണ് ലംസം. ലംസം ഐറ്റം, ആ പേര് പോലെ തന്നെ ലംസം ഐറ്റംസ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് അഡീഷണൽ വർക്ക്സ് ഉണ്ട്. എന്തായാലും ഒരു സൈറ്റിൽ കുറെ അഡീഷണൽ വർക്ക്സ് വരും, പക്ഷെ നമുക്കത് ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള വർക്ക്സ് ആണ് ലംസം ഐറ്റം എന്ന് പറയുന്നത്. നമ്മളൊരു കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അഡീഷണൽ ആയിട്ട് വരുന്ന വർക്ക്സ് ആണ് ലംസം ഐറ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് സൈറ്റ് ക്ലിയറിംഗ്. ഇപ്പൊ നമുക്ക് പെർഫെക്റ്റ് ലെവൽഡ് ആയിട്ട് ഒരു സൈറ്റ് ആയിരിക്കില്ല എപ്പോഴും നമുക്ക് കൺസ്ട്രക്ഷൻ വർക്കിന് കിട്ടുന്നത്. ചിലപ്പോൾ കുറെ കുന്നുകളും കുഴികളും ഒക്കെ ഉള്ള സൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് മരങ്ങൾ നിൽക്കുന്ന സൈറ്റ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം, ആ ട്രീസിനെയൊക്കെ കട്ട് ഡൗൺ ചെയ്ത് അതിന്റെ റൂട്ട്സ് ഒക്കെ റിമൂവ് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെയാണ് ലംസം ഐറ്റത്തിൽ വരുന്നത്. ഇപ്പോ എന്താണ്, നമുക്ക് പെട്ടെന്ന് ഒരു ബിൽഡിങ്ങിന്റെ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ നമുക്കത് മെഷർ ചെയ്തെടുക്കാൻ പറ്റില്ല. ബിൽഡിങ്ങിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ നമുക്ക് എന്തെടുത്താൽ മതി, ബിൽഡിങ്ങിന്റെ പ്ലാനും സെക്ഷനും പിന്നെ ഓരോ ഐറ്റത്തിന്റെ റേറ്റും അതേപോലെ ലേബേഴ്സിന്റെ റേറ്റും അറിയാമെങ്കിൽ നമുക്ക് ബിൽഡിങ്ങിന്റെ എസ്റ്റിമേറ്റ് എടുക്കാം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ട്രീസ് കട്ട് ഡൗൺ ചെയ്യണമെന്ന് അറിയാം, ട്രീസ് കട്ട് ഡൗൺ ചെയ്തെടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ സൈറ്റ് അൺഡുലേറ്റഡ് ആയിട്ട് മാറുന്നത്. ഒരുപാട് വലിയ റൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ റൂട്ട്സ് മൊത്തം പിഴുതു മാറ്റണം. അപ്പൊ അതൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് നമുക്ക് അതിന്റെ കോസ്റ്റ് എത്ര വരുമെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെയാണ് ലംസം ഐറ്റം ആയിട്ട് പറയുന്നത്, ലംസം ഐറ്റംസ്. ഈ നെക്സ്റ്റ് വൺ ഓവർ ഹെഡ് കോസ്റ്റ്. ഇപ്പൊ ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓഫീസ് എക്സ്പെൻസസ്, സൂപ്പർവിഷൻ ചാർജസ്, റെന്റ്, ടാക്സസ് ആൻഡ് അതർ കോസ്റ്റ് വിച്ച് ആർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമ്മൾ പറയുന്ന ഓവർ ഹെഡ് ചാർജസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണം, ആ സൈറ്റിൽ ഒരു സൈറ്റ് ഓഫീസ് ഇംപ്ലിമെന്റ് ചെയ്യണം. പിന്നെ സൂപ്പർവൈസേഴ്സിന് കൊടുക്കുന്ന ചാർജ്, അല്ലെങ്കിൽ അവിടുത്തെ ഗാർഡിന് കൊടുക്കുന്ന ചാർജ്. ഈ റെന്റ്, ഇപ്പൊ നമ്മള് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ റെന്റിന് എടുക്കേണ്ടി വരും. ഒരു ഓഫീസ് ആണെങ്കിൽ റെന്റിന് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറെ ഐറ്റംസ് ഒക്കെ റെന്റിന് എടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ പേ ചെയ്യുന്ന ടാക്സ്, ഒരു കോൺട്രാക്ടർ പേ ചെയ്യുന്ന ടാക്സസ്, ഇതെല്ലാം എന്താണ്, ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചേഴ്സ് ഓഫ് വർക്ക് ആണ്. അതിനെയാണ് ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓവർ ഹെഡ് കോസ്റ്റ്, ഓഫീസ് എക്സ്പെൻസസ്, സൂപ്പർവിഷൻ ചാർജസ്, റെന്റ്, ടാക്സ് എക്സെട്ര. ഇതിനാണ് ഓവർ ഹെഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് കോൺട്രാക്ടർ പ്രോഫിറ്റ്. ഈ കോൺട്രാക്ടർ പ്രോഫിറ്റ് സെൻട്രൽ PWD ഷെഡ്യൂൾ ഓഫ് റേറ്റ് അനുസരിച്ചിട്ടാണ് 15% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. CPWD ഷെഡ്യൂൾ ഓഫ് റേറ്റ് അനുസരിച്ചിട്ട് കോൺട്രാക്ടിന് വരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കോൺട്രാക്ടറിന് പ്രോഫിറ്റ് ആയിട്ട് കിട്ടണം എന്നാണ്. നമ്മുടെ കേരള PWD അനുസരിച്ചിട്ട് 15 ഇല്ല, 10% കോൺട്രാക്ടർ പ്രോഫിറ്റ് ആയിട്ട് വരുന്നുള്ളൂ. നമ്മുടെ സിലബസ് അനുസരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും സെൻട്രൽ PWD ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് അനുസരിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടേംസ് എല്ലാം ഓർത്തിരിക്കണം. ചിലപ്പോൾ നമുക്ക് എക്സാമിന് വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് ആൻ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ ചിലപ്പോൾ ഒരു 6 മാർക്കോ 10 മാർക്കിനോ ഒക്കെ ചോദിക്കാം. 10 മാർക്ക് ക്വസ്റ്റ്യൻ എനിക്ക് ഇല്ലെന്ന് എനിക്ക് തോന്നി, 8ഉം 5 അങ്ങനെ എന്തോ ആണ്. ക്വസ്റ്റ്യൻ പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോ ചിലപ്പോൾ കോമ്പണൻസ് ഓഫ് ആൻ എസ്റ്റിമേറ്റ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഡിഫൈൻ കണ്ടിൻജൻസീസ്, വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ്, പ്രൊവിഷണൽ സം, ലംപ് സം, കോൺട്രാക്ടർ പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോ ഈ ടേംസ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. അതേ കണക്ക് തന്നെ ചിലപ്പോ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. ഞാനത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. മെത്തേഡ് ഓഫ് മെഷർമെന്റ്സിന്ന് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഓരോ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇത്രയും പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചേ. കണ്ടിൻജൻസീസ്, വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് വന്നെങ്കിൽ. 1B ക്വസ്റ്റ്യൻ നിങ്ങളെല്ലാം കണ്ടോ? 1B ക്വസ്റ്റ്യൻ, റൈറ്റ് ദ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ്. ആൻസർ പറഞ്ഞ DPC യൂസിങ് വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്. ഡാം പ്രൂഫ് കോഴ്സിന്റെ ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്?
DPC, dam proof course-ന്റെ quantity. ഇത് ബിടെക്കാർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡാം പ്രൂഫ് കോഴ്സ് DPC, ഡാം പ്രൂഫ് കോഴ്സ് ഏരിയയിലാണ് എടുക്കേണ്ടത്. സ്ക്വയർ മീറ്റേഴ്സ്, വോളിയത്തിലല്ല, ഏരിയയിലാണ് ഡാം പ്രൂഫ് കോഴ്സിന്റെ ക്വാണ്ടിറ്റി എടുക്കുന്നത്. ഇനി അയൺ വർക്ക് ഫോർ വിൻഡോ, അയൺ വർക്കിന്റെ ക്വാണ്ടിറ്റി എങ്ങനെ എടുക്കുന്നത്? അയൺ ആണ്, അയണിന്റെ ക്വാണ്ടിറ്റി എങ്ങനെ എടുക്കാം? ടൺസിലോ കിലോഗ്രാമിലോ ഒക്കെ എടുക്കാം. ഈ വാട്ടർ പ്രൂഫ് പെയിന്റിംഗ് എബവ് റൂഫ് സ്ലാബ്, waterproof painting above roof slab. Painting എന്ന് മാത്രം ഓർത്താൽ മതി. പെയിന്റിങ്ങിന്റെ ക്വാണ്ടിറ്റി എങ്ങനെ എടുക്കും? സ്ക്വയർ മീറ്റേഴ്സ്. പെയിന്റിങ്ങിന്റെ ക്വാണ്ടിറ്റി സ്ക്വയർ മീറ്റേഴ്സ്. ഇനി വുഡ് വർക്ക് ഫോർ ഫ്രെയിംസ് ഓഫ് ഡോർ, മീറ്റർ ക്യൂബ്. ഇനി ഷട്ടർ ആണെങ്കിലോ, വുഡ് വർക്ക് ഫോർ ഷട്ടർ എന്നായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിലോ, വുഡ് വർക്ക് ഫോർ ഷട്ടർ എന്നാണ് സ്ക്വയർ മീറ്റേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ തന്നിട്ടായിരിക്കും എസ്റ്റിമേറ്റ് എടുക്കാനായിട്ട് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് BR-കാർക്ക് ഇത്രയും റൂംസ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു 2 റൂംസോ 3 റൂംസോ ഒക്കെ ഉണ്ടാവുള്ളൂ. ഇത്രയും വലിയ പ്ലാൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാറില്ല. ഓക്കെ, ഇത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഫസ്റ്റ് മോഡ്യൂളിലെ attributes of good estimation. അപ്പോൾ ഒരു ഗുഡ് എസ്റ്റിമേഷൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം? സോ one second. ഒരു സെക്കൻഡ്, ഹാങ് ആയി. So it should include, first one, cost of preliminary work such as surveying, preliminary investigation, etc. Surveying, preliminary investigation, etc. പിന്നെ കോസ്റ്റ് ഓഫ് ലാൻഡ്. ഇപ്പോൾ ചില കേസിൽ നമുക്ക് വസ്തു വാങ്ങി നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ ആ കേസിൽ നമുക്ക് ലാൻഡിന്റെ കോസ്റ്റ് അറിയണം. തേർഡ് വൺ ആണ് കോസ്റ്റ് ഓഫ് പ്രിപ്പയറിംഗ് ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ്, ഡൂയിങ് ഡിസൈൻ വർക്ക് ഫോർ പ്രിപ്പയറിംഗ് എസ്റ്റിമേറ്റ്. അപ്പോൾ നമ്മൾ പ്ലാൻ വരയ്ക്കാൻ എന്ത് ചെയ്യും? ഒരു എഞ്ചിനീയറിനെയോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ടിനെ ഏൽപ്പിക്കും, അദ്ദേഹത്തിന്റെ കോസ്റ്റ്. ഫോർത്ത് വൺ, കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഇൻക്ലൂഡിംഗ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് വർക്ക്. ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷന്റെ കോസ്റ്റ് ഒന്നും നമ്മളിപ്പം പഠിക്കില്ല. നമ്മൾ ജസ്റ്റ് അതിന്റെ ബിൽഡിങ്ങിന്റെ എസ്റ്റിമേഷൻ മാത്രമേ പഠിക്കുകയുള്ളൂ. ഇനി കോസ്റ്റ് ഓഫ് സൂപ്പർവിഷൻ ചാർജസ് ഡ്യൂറിങ് എക്സിക്യൂഷൻ. 6.1 കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് ടെമ്പററി അക്കോമഡേഷൻ ഫോർ കൺസ്ട്രക്ഷൻ സ്റ്റാഫ്. ഇപ്പോൾ നമുക്ക് ലേബേഴ്സിനെയൊക്കെ എന്താണ്, ലേബേഴ്സിന് ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് കേരളത്തിൽ നിന്നുള്ള ലേബേഴ്സ് ഇല്ല, എല്ലാം ദൂരെ നിന്ന് വരുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ലേബേഴ്സ് ആണുള്ളത്. അപ്പൊ അവർക്കുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റീസ്. കോസ്റ്റ് ഓഫ് എക്സ്റ്റേണൽ സർവീസസ്, കോസ്റ്റ് ഓഫ് വാട്ടർ സപ്ലൈ ആൻഡ് അതർ സർവീസസ് നീഡഡ് ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ. അപ്പൊ നമുക്ക് ഏതൊരു കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്താലും അതിനകത്ത് വാട്ടർ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സൈറ്റിൽ വാട്ടർ അവൈലബിലിറ്റി കുറവാണെങ്കിൽ നമുക്ക് ആ വാട്ടർ കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം. അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അതും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ നമ്മൾ ക്യാരേജ് കോസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. കൺവെയൻസ് കോസ്റ്റ് അല്ലെങ്കിൽ ക്യാരേജ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഇനി കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഡ്യൂറിംഗ് ദ പ്രോഗ്രസ് ഓഫ് വർക്ക്. കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഡ്യൂറിംഗ് ദ പ്രോഗ്രസ് ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു കോളം കോൺക്രീറ്റിംഗ് ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഒരു കോളം നമ്മളിങ്ങനെ കോളം കറക്റ്റ് വെർട്ടിക്കലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇനി നമ്മൾ ഈ കോളം ചെയ്ത് ഇതിന്റെ ഷട്ടർ റിമൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹണി കോമ്പിങ് ഫോം ചെയ്യും. എന്താണ് ഹണി കോമ്പിങ് എന്ന് അറിയാവോ? നമ്മൾ അത് കോളം കോൺക്രീറ്റിങ്ങിനകത്ത് വരുന്നൊരു ഡിഫക്റ്റ് ആണ്
ഹണി കോമ്പിംഗ് എന്ന് പറയുന്നത്. എന്താ ഹണി കോമ്പിംഗ് എന്ന് പറയാമോ? ഹണി കോമ്പിംഗ് ഡിഫക്റ്റ് എന്ന് പറയാമോ? പഠിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങള്. നമ്മളൊരു കോളമൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മുടെ അഗ്രിഗേറ്റ്സ്, നമ്മളെ ഹോൾസ് അഗ്രിഗേറ്റ് ഇങ്ങനെ തെളിഞ്ഞ് കാണാനൊക്കെ പറ്റും. അപ്പൊ നിങ്ങൾ ഇനി ഒരു സൈറ്റിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി, കാണാതെ. ഇപ്പൊ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് കോമ്പാക്ട് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഈ അഗ്രിഗേറ്റ് ഒക്കെ ഇതിന്റെ ഷട്ടറിങ് റിമൂവ് ചെയ്യുമ്പോൾ, തട്ടൊക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ അഗ്രിഗേറ്റ്സ് ഒക്കെ തെളിഞ്ഞ് കാണാൻ പറ്റും. അപ്പൊ അതിനെയാണ് ഹണി കോമ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കാണുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വീണ്ടും നമ്മൾ റിപ്പയർ വർക്ക് നടത്തി കോളത്തിന് ബലപ്പെടുത്തണം. അതാണ് ഈ പറയുന്നത് കോസ്റ്റ് ഓഫ് മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ ഡ്യൂറിംഗ് ദ പ്രോഗ്രസ് ഓഫ് വർക്ക്. ആൻഡ് 10th one, cost of engineering fees. 11th one, cost of legal expenses if any. ഇപ്പൊ ചില കേസിൽ നമ്മൾ എന്താണ്, അയൽക്കാരുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കി എന്തെങ്കിലും കേസിനൊക്കെ പോകേണ്ടി വരും. അതാണ് ഈ പറയുന്നത് കോസ്റ്റ് ഓഫ് ലീഗൽ എക്സ്പെൻസസ് ഇഫ് എനി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മോഡ്യൂൾ 1-ലുള്ളത്. മോഡ്യൂൾ 1-ൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ആയിട്ട് പ്രിലിമിനറി എസ്റ്റിമേറ്റ് പ്ലിന്ത് ഏരിയയും ക്യൂബിക് കണ്ടന്റിന്റെയും ആ ഒരു പ്രോബ്ലംസ് പഠിച്ചു വെക്കുക. അത് ജസ്റ്റ് ആ സെയിം സാധനം തന്നെ മോഡ്യൂൾ 3-ലും പഠിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അത് വീണ്ടും ഒന്നും കൂടി പഠിക്കാനായിട്ട് ജസ്റ്റ് അത് വേണ്ട, ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ നിങ്ങൾ അത് പഠിച്ചാൽ മതിയാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഗുഡ് എസ്റ്റിമേഷൻ. നമ്മുടെ ഒരു ഗുഡ് എസ്റ്റിമേഷൻ എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അതാണ് ഈ പറയുന്ന ആട്രിബ്യൂട്ട്സ് ഓഫ് ഗുഡ് എസ്റ്റിമേഷൻ. അപ്പോൾ ഇത്രയും പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഏതെങ്കിലും പോയിന്റ്സ് മനസ്സിലായില്ല, ഏതെങ്കിലും ഒരു കാര്യം വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് അയച്ചുതരാം, PDF ഡോക്യുമെന്റ് അയച്ചുതരാം. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക, ക്ലിയർ ആവുന്നോ നോക്കുക. So if you have any doubts, please ask.